പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ആർ.എസ്.എസ് സർസംഘചാലകായിരുന്ന ഗോൾവാർക്കറുടെ ചിത്രത്തിന് മുന്നിൽ വി.ഡി. സതീശൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോയും ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഫോട്ടോയുമാണ് പുറത്തുവിട്ടത്. ഗോൾവാർക്കർക്കെതിരായി സതീശന്റെ പരാമർശത്തിന് പിന്നാലെയാണ് ചിത്രം പുറത്തുവിട്ടത്. സംഭവത്തിൽ പ്രതികരിക്കാതെ സതീശൻ ഒഴിഞ്ഞുമാറി. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, എന്താണ് ഈ വിഷയത്തിലെ കൂടുതൽ വിവരങ്ങൾ? കിരൺ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ബന്ധപ്പെട്ട് ഗോൾവാക്കറുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ വി.ഡി. സതീശൻ നടത്തുകയും ഇതിനെതിരെ ആർ.എസ്.എസ് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നിയമ നടപടികളെ താൻ തെല്ലും ഭയക്കുന്നില്ല, കോടതിയിൽ നേരിടും എന്ന പ്രസ്താവനയാണ് വി.ഡി. സതീശൻ ഇന്നലെ വാർത്താസമ്മേളനം വിളിച്ച് പറയുകയും ചെയ്ത്. ഇതിന് പിന്നാലെയാണ് ആർ.എസ്.എസ് നേതാക്കൾ ഈ ആർ.എസ്.എസ് പരിപാടികളിൽ പങ്കെടുത്ത വി.ഡി. സതീശൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2 ചിത്രങ്ങളാണ് ഇതിനകം പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, 2013 ആർ.എസ്.എസ് അനുബന്ധ സംഘടനയായ ഭാരതീയ വിചാര കേന്ദ്രം തൃശ്ശൂരിൽ സംഘടിപ്പിച്ച ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വിളക്ക് കൊളുത്തി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ചിത്രമാണ്. ഒപ്പം ഈ ചടങ്ങിൽ കാര്യമായി തന്നെ മതമൗലികവാദം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സതീശൻ കാര്യമായി സംസാരിക്കുകയും ചെയ്തു എന്ന് ആർ.എസ്.എസ് നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മറ്റൊന്ന്, 2006 ഈ ഗോൾവാക്കറിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് പറവൂർ മനക്കപ്പടി സ്കൂളിൽ നടന്ന മതഭീകരവാദത്തെക്കുറിച്ച് നടന്ന സെമിനാറും വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. ഈ ചിത്രത്തിലാണ് ഭാരതാംബയുടെയും ഒപ്പം ഗോൾവാക്കറുടെയും ചിത്രത്തിന് മുമ്പിൽ തിരി കൊളുത്തി ഈ സതീശൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. ഇത്തരത്തിൽ ആർ.എസ്.എസ് വേദികളിൽ പങ്കെടുത്ത് ആർ.എസ്.എസ് ആത്മീയ നേതാവിൻ്റെ മുമ്പിൽ തിരികൊളുത്തിയ സതീശന് ആർ.എസ്.എസിനെതിരെ പറയാൻ ഇപ്പോൾ എന്താണ് ബോധോദയം ഉണ്ടായത് എന്ന ചോദ്യമാണ് ആർ.എസ്.എസ് നേതാക്കൾ പറയുന്നത്. ഒപ്പം ആർ.എസ്.എസ് നേതാവായ ആർ.വി. ബാബുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ആദ്യത്തെ പറവൂരിലെ തോൽവിക്ക് ശേഷം 2ാമോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ രഹസ്യമായി വന്ന് ആർ.എസ്.എസിൻ്റെ മുഴുവൻ സഹായങ്ങളും തേടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതെന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആർ.എസ്.എസുമായി രഹസ്യമായ ബാന്ധവം നടത്തുകയും ആർ.എസ്.എസ് വേദികളിൽ പരസ്യമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ആൾക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരിപാടി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ മറ്റേ പരിപാടി ആർ.എസ്.എസിന്റെ തന്നെ ആയിരുന്നു ഈ ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ആഘോഷം എന്ന് പറയുന്നത് സ്കൂളിൽ നടന്നത്? അത് ആരാണ് നടത്തിയതെന്ന് സംബന്ധിച്ച് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തെങ്കിലും വിശദീകരണമുണ്ടോ? അതിൽ അത്ര വിശദീകരണമില്ല. പക്ഷേ ആർ.എസ്.എസ് സംഘടിപ്പിച്ച ചടങ്ങ് എന്ന രീതിയിൽ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ എന്താണ് ഈ കാര്യങ്ങളിലൊരു വ്യക്തത, ആരായിരുന്നു സംഘാടകൻ, ഏത് രീതിയിലാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തതെന്നൊക്കെ അറിയുന്നതിനായി മാധ്യമപ്രവർത്തകർ രാവിലെ തന്നെ നമ്മളടക്കം വി.ഡി. സതീശൻ്റെ അടുത്ത് എത്തിയിരുന്നു. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് താനൊന്നും പ്രതികരിക്കാൻ ഇല്ല എന്ന മറുപടിയാണ് ഉള്ളത്. മാധ്യമപ്രവർത്തകരെ കാണാൻ പോലും രാവിലെ വി.ഡി. സതീശൻ കൂട്ടാക്കുകയും ചെയ്തില്ല. മറുവശത്ത് ആർ.എസ്.എസ് നേതാക്കൾ ഈ വി.ഡി. സതീശനെതിരായ ആരോപണം കൂടുതൽ കടുപ്പിക്കുന്നു. ഇന്നലെയാണ് ആദ്യ ചിത്രം തൃശ്ശൂരിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത ദൃശ്യം ഇന്നലെ പുറത്തുവിട്ടെങ്കിൽ ഇന്ന് ആർ.വി. ബാബു 2ാമത്തെ പറവൂരിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത ദൃശ്യങ്ങളും പുറത്തുവിട്ടിരിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വിശദീകരണമോ ഏത് സാഹചര്യത്തിലാണ് പങ്കെടുത്തത് എന്ന് പറയാൻ കഴിയുന്നില്ല. ഈ ആർ.വി. ബാബുവിൻ്റെ പോസ്റ്റിൽ തന്നെ പറയുന്നു, ഖേനെ ഖാദർ ആർ.എസ്.എസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് ചൂണ്ടിക്കാട്ടി വിമർശിച്ച സതീശന് ഇതിനു മുമ്പ് തന്നെ നിരവധി ചടങ്ങുകളിൽ പങ്കെടുത്ത ആൾക്ക് എങ്ങനെ ഈ ഖേനെ ഖാദറിൻ്റെ നിലപാടുകളെ വിമർശിക്കാൻ കഴിയുമെന്നാണ്. ഒപ്പം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടണമെങ്കിൽ ഈ ചില മതമൗലികവാദ സംഘടനകളുടെ പിന്തുണയില്ലെങ്കിൽ അത്തരം വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴാൻ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആർ.എസ്.എസിനെതിരായ വിമർശനവുമായി വി.ഡി. സതീശൻ മുന്നോട്ട് വരുന്നത് എന്നാണ്. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവില്ല എന്ന് പറയുമ്പോൾ ഇത് വിഷയത്തിൽ കൺഫേം ചെയ്യാൻ അനൗപചാരികമായി പോലും പുള്ളി തയ്യാറാവുന്നില്ല അല്ലേ? പൂർണ്ണമായും മാറി നിൽക്കുകയാണ് പ്രതികരണത്തിൽ. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. രാവിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും വി.ഡി. സതീശൻ്റെ ആലുവ ദേശത്തെ വീട്ടിൽ പോയെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാൻ ഇല്ല എന്നൊരു മറുപടിയാണ്. എന്നാൽ ഇതേക്കുറിച്ച് വളരെ വിശദമായൊരു വിശദീകരണം പിന്നീട് ഉണ്ടാകുമോ എന്ന് ചോദിക്കാനും കഴിഞ്ഞിട്ടില്ല. അതിനുമുള്ള ഒരു അവസരം ആളുകളെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണാൻ തന്നെ അക്ഷരാർത്ഥത്തിൽ കൂട്ടാക്കിയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇനി വരും മണിക്കൂറിൽ ഒരുപക്ഷെ വിവാദം കൂടുതൽ കനക്കുന്നു, കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവിടുന്നു, കൂടുതൽ ആരോപണങ്ങളുമായി പ്രത്യേകിച്ചും ഈ പറവൂരിലെ
ആദ്യ തോൽവിക്ക് ശേഷം ജയിക്കാനായി തങ്ങളുടെ അടുത്തെത്തി സഹായം തേടി തങ്ങളുമായി RSS വോട്ടുകൾ വേണമെന്ന് തങ്ങളോട് ആവശ്യപ്പെട്ട് എന്ന് തന്നെ RV ബാബു പറവൂരിൽ നിന്ന് തന്നെയുള്ള നേതാവായ അദ്ദേഹം പറയുമ്പോൾ അത് ഏത് തരത്തിൽ ഇനി നിഷേധിക്കും? ഇത്തരത്തിൽ RSSന്റെ ബന്ധം അല്ലെങ്കിൽ RSSന്റെ ഒരു സഹായം താൻ അവരോട് പോയി നേരിട്ട് സ്വീകരിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും പ്രതിപക്ഷ നേതാവിന് എന്തായാലും വിശദീകരിക്കേണ്ടി തന്നെ വരും. ഏതു തരത്തിൽ എപ്പോഴാവും ഇനി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഉണ്ടാകും? ഇക്കാര്യത്തിൽ വിശദീകരണത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന് മാറി നിൽക്കാൻ കഴിയില്ല. അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ RSSന്റെ നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്, RV ബാബു ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ മറുപടി പറയേണ്ടി തന്നെ വരും. മറ്റേതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കൾ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ വളരെ കരുതലോടുകൂടിയാണ് ഈ വിഷയത്തിൽ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ആരും പരസ്യമായി ഒന്നും പറയാൻ തയ്യാറല്ല. എന്തായാലും പ്രതിപക്ഷ നേതാവ് തന്നെ ആദ്യം ഈ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ എന്ന നിലപാടിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച ഒരു പ്രതികരണം ഇതിൽ വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സാധാരണഗതിയിൽ കാര്യങ്ങളോടൊക്കെ കൃത്യമായി തന്നെ ഒരു പ്രതികരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഈ കാര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതായി ഉണ്ടാവും. കൃത്യമായൊരു ആലോചനയ്ക്ക് ശേഷം ആവും ഒരുപക്ഷെ പ്രതികരിക്കാൻ തയ്യാറെടുക്കുന്നത്. എന്തായാലും ഇത് പറയാതെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം നേതാക്കൾ ആവർത്തിച്ച് പോസ്റ്റുകൾ ഇടുന്നു. പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ RSSുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു VD സതീശന് എന്ന രീതിയിൽ പറയുമ്പോൾ അതിനൊരു പ്രതികരണം നൽകാതെ അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും ഒരു തന്ത്രപരമായ മൗനമാണ് ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഭരണഘടനയ്ക്കെതിരെ BJP നേതാവ് PK കൃഷ്ണദാസ്. ഭരണഘടന തിരുത്തണമെന്നും കൂട്ടിച്ചേർക്കണമെന്നും കൃഷ്ണദാസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഭരണഘടനയിൽ ഭാരതീയവൽക്കരണം വേണം. വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. വികലമായ മതേതര സങ്കല്പമാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നതെന്നും ഇതിൽ തർക്കമില്ലെന്നും കൃഷ്ണദാസ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം കൂടി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സതീശൻ പറഞ്ഞതിന് മറുപടി എന്ന നിലയ്ക്കാണ് PK കൃഷ്ണദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ അതിൽ പറയുന്നത് ഭരണഘടന ഭാരതീയവൽക്കരിക്കണം, ഭരണഘടനയിലെ സോഷ്യലിസം എന്ന ആശയം പാശ്ചാത്യമാണ്, അത് ഇന്ത്യക്ക് യോജിച്ചതല്ല, മതേതരത്വത്തെ സംബന്ധിച്ച് വികലമായ കാഴ്ചപ്പാടാണ് ഭരണഘടനയിലുള്ളത്. ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ഉള്ളടക്കത്തെ അടക്കം തള്ളിക്കളയുകയാണ് PK കൃഷ്ണദാസ്. എന്താണ് ഇതിൽ കൂടുതൽ വിവരങ്ങൾ? സജി ചെറിയാന് പിന്നാലെ BJPയുടെ മുതിർന്ന നേതാവ് PK കൃഷ്ണദാസാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട പുതിയ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന വികലമായ മതേതര സങ്കല്പമുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും ആവശ്യമാണ്. നേരത്തെ തന്നെ അത് പല പ്രമുഖരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് അതിന് പ്രസക്തി ഏറുന്നു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന NV രമണ ഇക്കാര്യം പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് എന്നതാണ് PK കൃഷ്ണദാസ് ഇപ്പോൾ ഈ വാദത്തിന് അടിസ്ഥാനമായി പറയുന്നത്. സജി ചെറിയാന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ PK കൃഷ്ണദാസ് ഇക്കാര്യം പറയുന്നത്. ഇതിൻ്റെ തലക്കെട്ട് തന്നെ വളരെ വാർത്താ പ്രാധാന്യം നേടുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന ഭാരതീയവൽക്കരിക്കണമെന്ന തലക്കെട്ടിലൂടെയാണ് ഇത്തരമൊരു കുറിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് വൈദേശികമായ പല ഉള്ളടക്കവും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഉള്ളടക്കത്തിൽ തിരുത്തലുകൾ ഉണ്ടാവണം. ഇതിൻ്റെ തിരുത്തലിൻ്റെ ആദ്യ നടപടിയായിട്ടാണ് കശ്മീരിനുള്ള പ്രത്യേക അവകാശം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. ഇതുപോലെ സമാനമായ പല നീക്കങ്ങളും പല തിരുത്തലുകളും വരുത്താൻ പ്രതിജ്ഞാബദ്ധമായ കേന്ദ്ര സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടാകും എന്നതാണ് PK കൃഷ്ണദാസ് പറയുന്നത്. എന്തായാലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വലിയ ന്യൂനതകളുണ്ട് എന്നത് PK കൃഷ്ണദാസ് പറയുന്നു. സജി ചെറിയാൻ പറഞ്ഞത് ഭരണഘടനയെ തന്നെ അംഗീകരിക്കാത്തതും ഭരണഘടനാ ശില്പികളെ തന്നെ അധിക്ഷേപിക്കുന്നതുമായ നീക്കമാണ്. പക്ഷേ RSSന്റെ നേതാക്കൾ ആരും അത്തരം നിലപാടെടുത്തിട്ടില്ല. അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിനപ്പുറം ഭരണഘടനയിൽ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലും വേണമെന്ന പൊതു നിലപാടാണ് RSS സ്വീകരിച്ചിട്ടുള്ളത്. അതേ നിലപാട് തന്നെ PK കൃഷ്ണദാസും ഇപ്പോൾ വ്യക്തമാക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഇത് ഇന്ത്യയുടെ വികലമായ മതേതര സങ്കല്പമാണ് ഭരണഘടനയിൽ പ്രതിനിധീകരിക്കുന്നത്. അതിലടക്കം തിരുത്തലുകൾ വേണമെന്നടക്കമുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ PK കൃഷ്ണദാസ് നടത്തുന്നത്. മറ്റ് RSS അല്ലെങ്കിൽ BJP നേതാക്കളുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണെന്നുള്ളത് വളരെ പ്രസക്തമാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ആ നേതാക്കളുടെ പ്രതികരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യും. ഈ സജി ചെറിയാൻ പറഞ്ഞതും ഞങ്ങൾ പറയുന്നതും ഒരേപോലെ അല്ല എന്ന് പറഞ്ഞു വെക്കുകയും അവസാനം ഭരണഘടനയെ തന്നെ
ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളടക്കം തള്ളിപ്പറയുകയും ചെയ്യുന്ന രീതിയിൽ തന്നെയല്ലേ ഈ പി കെ കൃഷ്ണദാസിൻ്റെയും ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്? തീർച്ചയായും, അതായത് ഈ വൈദേശികമായ കടന്നുകയറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഭരണഘടനാ ശില്പികൾ അദ്ദേഹം വൈദേശിക താല്പര്യങ്ങൾ തുടക്കം മുതൽ തന്നെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ഇതിൽ മാറ്റമുണ്ടാക്കണമെന്നതാണ് ഇവർ ഉന്നയിക്കുന്ന വാദം. അതായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിക്കുന്നു, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം, ഇത്തരത്തിൽ ഭരണഘടന മുന്നോട്ട് വെച്ച പല വാദങ്ങളെയും പി കെ കൃഷ്ണദാസ് തള്ളുകയാണ്. അതിലെല്ലാം തിരുത്തൽ വേണമെന്നതാണ് കൃഷ്ണദാസ് പറയുന്ന കാര്യം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ കശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് അത്തരം ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ്. അത്തരം നീക്കങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നതാണ് വാദം. മതങ്ങൾ സർക്കാരിലോ സർക്കാർ മതങ്ങളിലോ ഇടപെടരുത് എന്നതാണ് മതേതര സങ്കല്പം. പക്ഷേ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത് അതല്ല. മതങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനും സർക്കാരുകൾക്ക് മതങ്ങളിൽ ഇടപെടുന്നതിനും സ്വാതന്ത്ര്യമുള്ള സംവിധാനമാണ് നമ്മുടേത്. അത് മതേതര സങ്കല്പമല്ല എന്നതാണ് പി കെ കൃഷ്ണദാസ് പറയാൻ ശ്രമിക്കുന്നത്. ഇതടക്കം ഇക്കാര്യത്തിൽ വലിയ ഭേദഗതികൾ ഭരണഘടനയിൽ ഉണ്ടാവണമെന്ന വാദമാണ് പി കെ കൃഷ്ണദാസ് പുതിയതായി ഇതിന്റെ ചിത്രമായി നൽകിയിരിക്കുന്നത്. അംബേദ്കറുടെയും ഗോൾവാക്കറുടെയും ചിത്രം നൽകിയിരിക്കുന്നു. ഭാരതീയവൽക്കരിക്കണമെന്ന് അതിനെ തലക്കെട്ട് നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും ഭരണഘടനാ ശില്പിയായ അംബേദ്കറുടെ ആശയങ്ങൾക്കപ്പുറത്തേക്ക് അത് വൈദേശികമായ ആശയങ്ങളാണെന്നും അതിനപ്പുറത്തേക്ക് ഗോൾവാക്കറുടെ ആശയങ്ങളാണ് നടപ്പാക്കേണ്ടതും എന്നല്ലേ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും ഭരണഘടനാ ശില്പികളെ അദ്ദേഹം പരാമർശിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഭരണഘടനാ ശില്പിയായ അംബേദ്കറുടെ കണ്ടെത്തലുകൾ അല്ലെ അംബേദ്കർ എടുത്ത നിലപാടുകളെ കൂടി ചോദ്യം ചെയ്തു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. തിരുത്തലുകൾ വേണം എന്നത് ഭരണഘടനാ ശില്പികൾ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നതാണ് പി കെ കൃഷ്ണദാസ് ഇപ്പോഴത്തെ വാദത്തിന് അടിസ്ഥാനമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഭരണഘടനയിൽ തിരുത്തലുകൾ ആവശ്യമാണ്. മതേതര സങ്കല്പത്തിൽ തന്നെ, അതായത് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മതേതര സങ്കല്പത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് പി കെ കൃഷ്ണദാസിൻ്റെ നിലപാട് എന്നതാണ് പ്രസക്തമായ കാര്യം. അതായത് മുമ്പ് സജി ചെറിയാൻ നിലപാടെടുത്ത അല്ലെങ്കിൽ ഭരണഘടനാ വിമർശനം നടത്തിയതിന് സമാനമായ നീക്കം തന്നെയാണ് പി കെ കൃഷ്ണദാസും നടത്തിയിരിക്കുന്നതെന്ന് പ്രസക്തമാണ്. ഇതേ നിലപാട് തന്നെ ബി ജെ പിയുടെ മറ്റു നേതാക്കൾക്കുമുണ്ടോ എന്നത് പ്രസക്തമാണ്. ഏറെ വിവാദമാവുന്ന പ്രസ്താവന തന്നെയാണ് പി കെ കൃഷ്ണദാസ് നടത്തുന്നത്. ശരി, ടി ജി സൈജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഒരു ചെറിയ ഇടവേളയിലേക്ക്. തിരുവനന്തപുരത്ത് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നു. 3.5 വർഷം അന്വേഷിച്ചിട്ടും പ്രതിയെ കണ്ടെത്താനായില്ല. തീ കത്തിച്ചത് പെട്രോൾ ഒഴിച്ചു എന്നതിനപ്പുറത്തേക്ക് പ്രതികളെ സംബന്ധിച്ച് മറ്റ് തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല. ചില കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ, സംസ്ഥാന പോലീസിന് തന്നെ നാണക്കേടാണ്. തലസ്ഥാനത്ത് ഒരു പ്രമുഖനായ വ്യക്തിയുടെ ആശ്രമം കത്തിക്കുക, അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലുള്ള 2 കാറും ഒരു ബൈക്കുമെല്ലാം കത്തിക്കുക, അവിടെ ഒരു റീത്ത് എഴുതി വെച്ച് അതിൽ അനുശോചന സന്ദേശം എഴുതി വെക്കുക, ഇതെല്ലാം ചെയ്തിട്ടും പ്രതികളെ പിടിക്കാൻ 3.5 വർഷമായിട്ടും കഴിയുന്നില്ല. ഇപ്പോൾ നാണം കെട്ട് കേസ് അവസാനിപ്പിക്കാൻ പോകുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, 2018 ഒക്ടോബറിലാണ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീവയ്ക്കപ്പെട്ടത്. അദ്ദേഹം ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു. അതിനുശേഷം ചില ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ആശ്രമത്തിലേക്ക് മാർച്ചും അത്തരത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം തീവയ്ക്കപ്പെട്ടത്. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി എന്നതിനപ്പുറത്തേക്ക് പ്രതിയിലേക്ക് എത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ആദ്യത്തെ 1 വർഷം ലോക്കൽ പോലീസാണ് അന്വേഷിച്ചത്. അതിനുശേഷം സന്ദീപാനന്ദഗിരി മുഖ്യമന്ത്രിയെ കാണുകയും അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയത്. 3.5 വർഷമാകുന്നു. ഒരു തരത്തിലുമുള്ള തെളിവുകൾ, കൂടുതൽ തെളിവുകൾ, അതായത് ഇത് പെട്രോൾ ഒഴിച്ചുള്ള ഒരു ആക്രമണമാണ് എന്നതിനപ്പുറത്തേക്ക് ആരിലേക്കെങ്കിലും എത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഇവിടെ ഗുരുതരമായ ഒരു ആരോപണം സന്ദീപാനന്ദഗിരി ഉന്നയിക്കുന്നത് ലോക്കൽ പോലീസിലെ ചിലർ ഒത്തുകളിച്ച് ഈ പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കം നടത്തി, സംഘപരിവാർ സംഘടനകൾക്ക് കേരള പോലീസിനുള്ളിൽ സ്വാധീനമുണ്ട് തുടങ്ങിയ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ക്രൈംബ്രാഞ്ച് നേരത്തെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ സന്ദീപാനന്ദഗിരി പറഞ്ഞത് കേരള പോലീസിലെ ഉന്നതർക്ക് സംഘപരിവാർ സംഘടനകളുടെ വലിയ സ്വാധീനമുണ്ട്, അതുകൊണ്ടാണ് പ്രതികളെ അവർക്ക് കൃത്യമായി തന്നെ അറിയാം, അവർ ഈ കേസ് അട്ടിമറിക്കുകയാണ് എന്ന മട്ടിലാണ് പ്രതികരിച്ചത്.
തീർച്ചയായും കിരൺ, ആ തരത്തിലാണ് സന്ദീപാനന്ദഗിരിയുടെ ആരോപണം. ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ പാകപ്പിഴകൾ ഉണ്ടായി, അവിടെ റീത്ത് വെച്ചു, കയ്യെഴുത്ത് പ്രതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹാൻഡ് റൈറ്റിംഗും മറ്റു കാര്യങ്ങളും റീത്തുണ്ടാക്കിയ സ്ഥാപനം തുടങ്ങി കട ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പരിശോധന നടത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അത് പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയെന്ന ആരോപണമാണ്. പക്ഷേ അവിടെ എതിർത്തുള്ള വാദങ്ങളും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ അറിയാം, AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ ഇതുവരെയും പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചില്ല, പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ വലിയ ആരോപണമുണ്ട്, BJPയുടെയും ആരോപണമുണ്ട്. അതായത് രാഹുൽ ഗാന്ധി വരുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു ദിവസമാണ് ഇത്തരത്തിൽ AKG സെന്ററിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അത് ബോധപൂർവം ഉണ്ടാക്കിയ ഒരു നാടകമാണ് എന്ന ആരോപണമാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിലെ ഈ സംഭവവും ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതായിരുന്നാലും ആ കേസിൽ സന്ദീപാനന്ദഗിരിയുടെ കേസിൽ ചില ഫോൺ രേഖകൾ കൂടി പരിശോധിച്ച് 2 മാസത്തിനുള്ളിൽ ഈ കേസ് അവസാനിപ്പിക്കാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നതായി നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ശരി, BB വിനോദാണ് റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.